ഹായ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ ട്രാക്റ്റിൻ്റെ ലാബ് ഡയഗ്നോസിസിൻ്റെ അകത്ത് വരുന്ന നമ്മൾ കൾച്ചർ മീഡിയ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സാൽമണല്ലയുടെയും ഷിജല്ലയുടെയും കൾച്ചർ മീഡിയാസ് കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ക്യാമ്പലോബാക്ടറിൻ്റെയും വിബ്രിയോൻ്റെയും കൾച്ചർ മീഡിയാസ് ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, നമ്മൾ മെയിനായിട്ട് ഫസ്റ്റ് വിബ്രിയോയുടെ കൾച്ചർ മീഡിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് എന്താണ് TCBS, ദാറ്റ് ഈസ് തയോ സൾഫേറ്റ് സിട്രേറ്റ് ബൈൽസാൾട്ട് സുക്രോസ് അഗാറാണ് നമ്മൾ നോക്കുന്നത്. ഇറ്റ് ഇസ് എ സെലക്റ്റീവ് ആൻഡ് ഡിഫറൻഷ്യൽ മീഡിയം ആയിരിക്കും, മെയിൻലി ഫോർ ദ ഐസൊലേഷൻ ഓഫ് വിബ്രിയോ കൊളറ ആൻഡ് അതർ വിബ്രിയോ സ്പീഷീസ്. ഇതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോഡിയം തയോ സൾഫേറ്റ് ആക്ട് ആസ് എ സോഴ്സ് ഓഫ് സൾഫർ ആൻഡ് ഫെറിക് സിട്രേറ്റ് ആക്ട് ആസ് എ production of H2S sulfide, H2S or hydrogen sulfide. Then BTB, that is bromothiamyl blue and thymol blue act as an indicator. And selective agent is the oxgal. Oxgal, it is the naturally occurring substances containing a mixture of bile salt, or it is a mixture of bile salt and sodium chlorate. That is, it is a purest form of bile salt എന്നാണ് നമ്മൾ ഓക്സ്ഗാലിനെ പറ്റി പറയുന്നത്. And its pH is 8.6. ഈ 8.6 ഹൈ ആൽക്കലൈൻ pH ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, ഒട്ടുമിക്ക എല്ലാ എൻട്രോബാക്ടീരിയസിന്റെ ഗ്രോത്തിന് എന്ത് സംഭവിക്കും, ഈ TCBS ഇൻഹിബിറ്റ് ചെയ്ത് കളയും. ഓക്കെ, ദെൻ ഇതിൻ്റെ അകത്ത് വിബ്രിയോ കൊളറ ഗ്രോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് എന്തുണ്ടാവും, സുക്രോസ് ഉണ്ടാവും. ഈ സുക്രോസിനെ യൂട്ടിലൈസ് ചെയ്തിട്ട് എന്ത് സംഭവിക്കുന്നു, ഫെർമെന്റേഷൻ നടന്നു കഴിഞ്ഞാൽ ആസിഡ് പ്രൊഡക്ഷൻ നടക്കും. ആ ഒരു ആസിഡ് പ്രൊഡക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് ഈ TCBSന്റെ അകത്തുള്ള ഇൻഡിക്കേറ്റർ ആയിട്ടുള്ള ബ്രോമോതൈമോൾ ബ്ലൂ ഉണ്ടാവും. അതിന്റെ കളർ ഗ്രീനിൽ എന്തിലേക്ക് ചേഞ്ച് ചെയ്യുന്നു, യെല്ലോയിലേക്ക് ചേഞ്ച് ചെയ്യുന്നു. അങ്ങനെയാണ് വിബ്രിയോ കൊളറയ്ക്ക് ഈ ഒരു യെല്ലോ കളർ ക്വാളിറ്റീസ് കിട്ടുന്നത്. ഇതും എന്താണ്, ലൈക്ക് സാൽമണല്ല ഷിജല്ല മീഡിയ ഡു നോട്ട് ഓട്ടോക്ലേവ് ആണ്. ഇതിന്റെ വിബ്രിയോ ഗ്രോ ചെയ്യുന്നുണ്ടെങ്കിൽ ഫ്ലാറ്റ് യെല്ലോ കോളനീസ് ആയിരിക്കും. ഫ്ലാറ്റ് യെല്ലോ കോളനീസ് വിത്ത് 2 to 3 millimeter ഇൻ ഡയമീറ്റർ ആയിരിക്കും. ഓക്കെ, ഇത് വിബ്രിയോ കൊളറയുടെ കോളനിയാണ്. ഇത് വിബ്രിയോ പാരാഹ്യൂമലൈറ്റിക്കസിന്റെ കോളനിയാണ്, ഗ്രീൻ കളർഡ് കോളനി ആയിരിക്കും. ഓക്കെ, then next one is the Monsoon's tellurate taurocolate gelatin agar. It is also a selective and differential media for Vibrio cholerae and other vibrios. ഇത് നമ്മുടെ WHO വിബ്രിയോയുടെ ഐസൊലേഷന് വേണ്ടിയിട്ട് WHO റെക്കമെൻഡ് ചെയ്യുന്ന മീഡിയയാണ് മൗൺസൂസ് ടെലുറേറ്റ് ടൗറോകൊളേറ്റ് ജലാറ്റിൻ അഗർ. ഇത് വേറെ പേരിൽ പറയപ്പെടുന്നുണ്ട്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ടൗറോകൊളേറ്റ് ടെലുറേറ്റ് ജലാറ്റിൻ അഗർ ഓർ TTG എന്ന് കൂടി അറിയപ്പെടുന്നുണ്ട്. ഇതിനകത്ത് സോഡിയം ടൗറോകൊളേറ്റ് ഇറ്റ് ഇൻഹിബിറ്റ് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ ആൻഡ് പൊട്ടാസ്യം ടെലുറേറ്റ് ഇറ്റ് ആക്ട് ആസ് ബോത്ത് സെലക്റ്റീവ് ആൻഡ് ഡിഫറൻഷ്യൽ ഏജന്റ് ആയിട്ട് പൊട്ടാസ്യം ടെലുറേറ്റ് ആക്ട് ചെയ്യുന്നുണ്ട്. ദെൻ സോഡിയം ക്ലോറൈഡ് ഉണ്ടാവും, അതെന്ത് ചെയ്യും, ഓസ്മോട്ടിക് ഇക്വിലിബ്രിയത്തിനെ മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കും. ദെൻ സോഡിയം കാർബണേറ്റ് ഉണ്ടാവും, ഇത് എന്തിനെ മെയിൻറ്റെയിൻ ചെയ്യും, നമ്മുടെ എലിവേറ്റഡ് pH-നെ മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കും. പിന്നെ ജലാറ്റിൻ അഡീഷണൽ ആയിട്ട് കാർബണൈവ് എനർജിയും സോഴ്സ് ഒക്കെ ആയിട്ട് ജലാറ്റിൻ ആക്ട് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് വരുന്ന ഹൈ pH-ഉം പിന്നെ അതുപോലെ തന്നെ ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് പൊട്ടാസ്യം ടെലുറേറ്റും എന്തിനൊക്കെ ഇൻഹിബിറ്റ് ചെയ്യും, നമ്മുടെ എൻട്രോബാക്ടീരിയസിനെയും പിന്നെ അതുപോലെ തന്നെ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയന്റെ ഗ്രോത്തിനൊക്കെ ഇൻഹിബിറ്റ് ചെയ്ത് കളയും. പക്ഷേ ഒരു എക്സെപ്ഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോട്ടിയസ് ആണ്. ഈ പ്രോട്ടിയസ് ഈ TCBSന്റെ അകത്ത് ഗ്രോ ചെയ്യുന്നുണ്ട്, ഒരു കണ്ടാമിനന്റ് ആയിട്ടാണ് ഗ്രോ ചെയ്യുന്നത്. Then after 24 hours നമ്മുടെ വിബ്രിയോ ഗ്രോ ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും, ഒരു സ്മോൾ ട്രാൻസ്ലൂസന്റ് കോളനീസ് ആയിട്ട് അപ്പിയർ ചെയ്യും. പിന്നെ എന്താ, ഒരു ബ്ലാക്ക് സെന്റേർഡും കൂടി ഉണ്ടാവും, ഒരു ടെർബിഡ് ഹാലോയും കൂടി. ഈ ബ്ലാക്ക് സെന്റേർഡ് നമ്മൾ ആഫ്റ്റർ 24 hours കൂടി വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് നെറ്റ് 48 hours ആകുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു, ഈ ഒരു ആദ്യം ഉണ്ടായിട്ടിരുന്ന ഒരു ഗ്രേ ബ്ലാക്ക് സെന്റേർഡ് എന്ത് നല്ല ഡിഫറൻഷിയേറ്റഡ് ആയി നല്ല ഒരു വെൽ ഡിഫൈൻഡ് ഹാലോ ആയിട്ട് ഫോർമേഷൻ നടക്കുകയാണ് ചെയ്യുന്നത് ആ ബ്ലാക്ക് സെന്റേർഡ് കോളനീസിൽ. ഓക്കെ, then broth media for vibrio എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് വൺ ആൽക്കലൈൻ പെപ്റ്റോൺ വാട്ടറാണ് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ ബോത്ത് എൻറിച്ച്മെന്റ് ആൻഡ് ട്രാൻസ്പോർട്ട് മീഡിയ ഫോർ വിബ്രിയോ ആണ്. ഇറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ഫോർ ദ എൻറിച്ച്മെന്റ് ഓഫ് വിബ്രിയോ ഇൻ ഫുഡ്, വാട്ടർ ആൻഡ് ക്ലിനിക്കൽ സാമ്പിൾസ് എന്നാണ്. ഇതിൻ്റെ അകത്ത് സോഡിയം ക്ലോറൈഡ് ഉണ്ടാവും. ഇറ്റ് മെയിൻറ്റെയിൻസ് ഓസ്മോട്ടിക് ഇക്വിലിബ്രിയം ആൻഡ് pH is 8.4 ആയിരിക്കും. then next one is the media for Campylobacter. It's a മൈക്രോ എയറോഫിലിക് ആയിരിക്കും. കാമ്പലോബാക്ടറിന്റെ ഒപ്റ്റിമൽ ഗ്രോത്തിന് നമ്മൾ 5% ഓക്സിജൻ, 10% കാർബൺ ഡയോക്സൈഡ് ആൻഡ് 85% നൈട്രജൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഒപ്റ്റിമൽ ഗ്രോത്ത് കിട്ടത്തുള്ളൂ. നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന മീഡിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കിറോഫ് മീഡിയ ആണ്. ഇതിന്റെ സെലക്ടീവ് ഏജന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാൻകോമൈസിൻ, ട്രൈമെത്തോപ്രിം, പോളിമിക്സിൻ ബി ഒക്കെയാണ് ഇതിന്റെ സെലക്ടീവ് ഏജന്റ്. വാൻകോമൈസിൻ ഉള്ളതുകൊണ്ട് തന്നെ ഗ്രാം പോസിറ്റീവിന്റെ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്ത് കളയും. ദെൻ ട്രൈമെത്തോപ്രീമും പോളിമിക്സിൻ ബിയും ഗ്രാം നെഗറ്റീവിന്റെ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്ത് കളയും. ഇതിനകത്ത് സോഡിയം ക്ലോറൈഡ് എന്തെയും ഓസ്മോട്ടിക് സ്റ്റെബിലിറ്റിനെ മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കും. ഇതാണ് ബ്ലഡ് നമ്മുടെ സ്കിറോഫ് മീഡിയയിലുള്ള കാമ്പലോബാക്ടറിന്റെ ഗ്രോത്ത് ആണിത്. ദാറ്റ് ഈസ് എന്തൊക്കെയും ഇതിന്റെ ന്യൂട്രിയേറ്റീവ് സോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈസ്ഡ് ഡീഫൈബ്രിനേറ്റഡ് ഹോസ് ബ്ലഡ് ആയിരിക്കും. കൊളംബിയ ബ്ലഡ് അഗർ ബേസ് ആയിരിക്കും ഉണ്ടാവുക. ഇതിന്റെ അകത്ത് നമ്മൾ കോളിൽ അപ്പിയർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ഇതിനകത്ത് നമുക്ക് കോളനി അപ്പിയർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്മോൾ മ്യൂക്കോഡ് ഫ്ലാറ്റ് അല്ലെങ്കിൽ സ്ലൈറ്റ്ലി റൈസ്ഡ് നോൺ ഹ്യൂമലറ്റിക് ട്രാൻസ്ലൂസന്റ് ഗ്രേ കളർഡ് കോളനീസ് ആയിരിക്കും ഫോം ചെയ്യാം. ഇറ്റ് ഈസ് കിർ ഓഫ് മീഡിയ. ഓക്കെ, the next one is the Preston Campylobacter media. It is a selective agent എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോളിമിക്സിൻ ബി, ട്രൈമെത്രോപ്രിം, റെഫാംപിസിൻ, സൈക്ലോഹെക്സമൈഡ് ഒക്കെ ആയിരിക്കും. ദെൻ ന്യൂട്രേറ്റീവ് സോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈസ്ഡ് ഡീഫൈബ്രേറ്റഡ് ഹോസ്റ്റ് ബ്ലഡ് കൊളംബിയ ബ്ലഡ് അഗാർ ബേസ് ആയിരിക്കും. ഇന്നത്തെ ഓർഗാനിസം ഗ്രോ ചെയ്യുന്നുണ്ടെങ്കിൽ മോയിസ്റ്റ് ഗ്രേ ഫ്ലാറ്റ് സ്പ്രെഡിംഗ് ഗ്രോത്ത് ആയിരിക്കും, വിച്ച് ടെൻസ് ടു കൊളേജ്. ദെൻ CCDA, ദാറ്റ് ഈസ് ചാർക്കോൾ സെഫോപെറസോൺ ഡിയോക്സിക്കോളേറ്റ് അഗാർ ആണ്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, ഇതുവരെ നമ്മൾ പഠിച്ചിട്ടുണ്ടായത് എന്തായിരുന്നു, ബ്ലഡ് കണ്ടെയ്നിങ് ബ്ലഡ് അഗാർ ബേസ് ആയിരുന്നു. ഇവിടെ എന്താണ്, ബ്ലഡിനെ റീപ്ലേസ് ചെയ്തിട്ട് പകരം ആര് വന്നു, ചാർക്കോൾ വന്നു. ഇറ്റ് ഈസ് എ ബ്ലഡ് ഫ്രീ സെലക്റ്റീവ് മീഡിയം for the isolation of Campylobacter species. Then sodium deoxycholate and cephalosporin inhibit the enteric bacteria. Then amphotericin inhibit the yeast and fungi. ഇതിനകത്ത് എന്ത് കൂടി ഉണ്ടാവും, ചാർക്കോൾ ഉണ്ടാവും. ഇറ്റ് ക്യാൻ അബ്സോർബ് ടോക്സിക് സബ്സ്റ്റൻസസ് ആൻഡ് മെറ്റബോളൈറ്റ്സ്. ഇതാണ് CCA കളർ, ചാർക്കോളിന്റെ കളർ ആയിരിക്കും ഉണ്ടാവുക. ഇത് ഓർഗാനിസം ഗ്രോ ഇറ്റ് അബിലിറ്റി ടു പ്രൊഡ്യൂസ് ഗ്രേയിഷ് ഓഫൻ വിത്ത് മെറ്റാലിക് ഷീൻ ഉണ്ടാവും ആൻഡ് എന്ത് ചെയ്യും, ഒരു ഫ്ലാറ്റ് മോയ്സ്റ്റൻ കളർ ഉണ്ടാവും. ഇതാണ് നമ്മുടെ കാമ്പലോബാക്ടറിന്റെ ഗ്രോത്ത്. ഓക്കെ, the next one is the Campylobacter blood agar. It consisting of cephalosporin ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇതിന് ഈ cephalosporin ആഡ് ചെയ്തതിനെ കൊണ്ട് തന്നെ ഗ്രാം പോസിറ്റീവിന്റെയും ഗ്രാം നെഗറ്റീവിന്റെയും ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്ത് കളയും. പിന്നെ അതുപോലെ തന്നെ എയറോബിക്കിന്റെയും അനറോബിക്സ് ഓർഗാനിസത്തിന്റെ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്ത് കളയും. ദെൻ വാൻകോമൈസിൻ ഉള്ളത് കൊണ്ട് തന്നെ ഗ്രാം പോസിറ്റീവിനെ നല്ല രീതിയിൽ ഇൻഹിബിറ്റ് ചെയ്ത് കളയും. ദെൻ ആംഫോടെറിസിൻ ബി ഉള്ളത് കൊണ്ട് തന്നെ ഫംഗൽ ഗ്രോത്തിനെയും ഈസ്റ്റിന്റെ ഗ്രോത്തിനെയും ഇൻഹിബിറ്റ് ചെയ്ത് കളയും. നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ഷീപ്പ് ബ്ലഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും, ഷീപ്പ് ബ്ലഡിന്റെ അകത്ത് ഹെമിൻ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ വേറെ വേണ്ടിയിട്ടുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള ഗ്രോത്ത് ഫാക്ടേഴ്സും ഈ ഷീപ്പ് ബ്ലഡ് പ്രൊവൈഡ് ചെയ്യും. ഇതിനകത്ത് നമ്മൾ ഓർഗാനിസം ഗ്രോ ചെയ്യുന്ന സമയത്ത് സ്മോൾ ഗ്രേയിഷ് ഇൻ കളർ ആയിരിക്കും. ചില സമയത്ത് ഫ്ലാറ്റ് വിത്ത് ഇറഗുലർ എഡ്ജ് ആയിരിക്കും. എന്തായാലും നോൺ ഹ്യൂമലറ്റിക് സംതിങ് മ്യൂക്കോഡ് ലൈക്ക് കോളനീസ് ആയിരിക്കും. വിത്ത് 24 to 48 hours കാണാൻ പറ്റും. ചില കോളനി എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ റൗണ്ട് കോളനീസ് ആയിരിക്കും, 1 to 2 millimeter ഇൻ ഡയമീറ്റർ ആയിരിക്കും. ചിലത് കോൺവെക്സ് ആയിരിക്കും. ചില സമയത്ത് നല്ല ഗ്ലിസ്റ്റിംഗ് ടൈപ്പ് ആയിരിക്കും കാണാൻ പറ്റും. ദെൻ എൻറിച്ച്മെന്റ് മീഡിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാമ്പലോബാക്ടർ എൻറിച്ച്മെന്റ് ബ്രോത്ത് ബേസ് മീഡിയ ആണ്, അല്ലെങ്കിൽ പ്രസ്റ്റൺ എൻറിച്ച്മെന്റ് ബ്രോത്ത് ബേസ് മീഡിയ എന്ന് പറയുന്നു. ഇതിന്റെ അകത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ മീഡിയത്തിന്റെ അകത്തോട്ട് നമ്മൾ എന്ത് ചെയ്യും, പ്രസ്റ്റൺ സെലക്ടീവ് സപ്ലിമെന്റ് ആഡ് ചെയ്യും. ഈ പ്രസ്റ്റൺ സെലക്ടീവ് സപ്ലിമെന്റിന്റെ അകത്ത് ആന്റി ബാക്ടീരിയൽ ഏജൻസ് ഉണ്ടാവും, ആന്റി ഫംഗൽ ഏജൻസ് ഉണ്ടാവും. ഇത് നമ്മൾ ഇനോക്കുലേഷൻ മുമ്പേ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഒരു 4 hours മുമ്പേ ആയിട്ട് നമ്മൾ ഈ ഒരു എൻറിച്ച്മെന്റ് മീഡിയയിലേക്ക് നമ്മൾ പ്രസ്റ്റൺ സെലക്ടീവ് സപ്ലിമെന്റ് ഇട്ട് വെക്കും. ദെൻ എന്ത് ചെയ്യും, നമ്മൾ 37 degrees Celsius 4 hours ഇൻക്യുബേഷൻ ചെയ്ത് വെക്കും. അത് എന്തിനാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ആന്റിബയോട്ടിക്സ് ഒക്കെ നല്ല രീതിയിൽ അതിനകത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു, സസ്പെക്റ്റഡ് ഓർഗാനിസം കണ്ടെയ്നിങ് സാമ്പിൾ നമ്മൾ ഇടുന്നു. എന്ത് സംഭവിക്കുന്നു, അതിൻ്റെ അകത്ത് സെലക്ടീവ് ഐസൊലേഷൻ ഓഫ് കാമ്പലോബാക്ടർ നമുക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. ഇതിനകത്ത് സോഡിയം ക്ലോറൈഡ് ഉണ്ടാവും. ഇറ്റ് ഇസ് പ്രൊവൈഡ് എസെൻഷ്യൽ അയോൺസ് ഒക്കെ സോഡിയം ക്ലോറൈഡ് പ്രൊവൈഡ് ചെയ്യും. എന്താണ് കാമ്പലോബാക്ടർ എൻറിച്ച്മെന്റ് ബ്രോത്ത് ബേസ് അല്ലെങ്കിൽ പ്രസ്റ്റൺ എൻറിച്ച്മെന്റ് ബ്രോത്ത് ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിരിക്കും ഇനീഷ്യലി. ഇതെന്തായിരിക്കും, കാമ്പലോബാക്ടറിന്റെ ഗ്രോത്ത് ഉള്ളതായിരിക്കും. അതാണ് നമുക്ക് ടർബിഡിറ്റി ആയിട്ട് നമുക്ക് അപ്പിയർ ചെയ്യാൻ പറ്റും. The next one is the Campylobacter thioglycolate broth or CambiThio എന്ന് പറയുന്നു. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മെയിൻലി യൂസ്ഡ് ഫോർ ദ റിക്കവറി ആൻഡ് ഐസൊലേഷൻ ഓഫ് Campylobacter സ്പീഷീസ് ആണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ ബേസൽ മീഡിയ സപ്ലിമെന്റഡ് വിത്ത് ആന്റിബയോട്ടിക്സ്. ഒന്നല്ല നമ്മുടെ കാമ്പലോബാക്ടറിന്റെ ബേസൽ മീഡിയ ആയിരിക്കും. അതിൻ്റെ അകത്തേക്ക് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ആന്റിബയോട്ടിക്സ് ആഡ് ചെയ്യും. ദാറ്റ് ഇസ് ഗ്രാം പോസിറ്റീവിന്റെ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു, ഗ്രാം നെഗറ്റീവിനെ ഇൻഹിബിറ്റ് ചെയ്യും. ദെൻ ഫംഗസിന്റെ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യും. ദാറ്റ് ഇസ് വാൻകോമൈസിൻ ഉണ്ടാവും, തൈമെത്രോപ്രിം ഉണ്ടാവും, ആംഫോടെറിസിൻ ബി ഉണ്ടാവും. ഓക്കെ, ഇത്രയും സബ്സ്റ്റൻസസ് ആണ് ഇതിൻ്റെ അകത്ത് ഉണ്ടാവുക. ഇത്രയാണ് നമ്മുടെ വിബ്രിയോയുടെയും കാമ്പലോബാക്ടറിയുടെയും മീഡിയയിൽ വരുന്നത്. ഓക്കെ.